കരം 10-ാം ഇടത്തിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് മാസം 16 മുതൽ ഓഗസ്റ്റ് മാസം 22 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 17-ന് രാവിലെ സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 22-ാം തീയതി രാത്രി ബുധനും ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ആദ്യം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം. സർക്കാർ തലത്തിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുന്ന കാര്യത്തിലോ ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ തന്നെ അവർക്ക് അനുകൂലമായിരിക്കും എന്നാണ് കാണുന്നത്. പ്രധാനമായും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഒന്നുകിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജോലി കിട്ടേണ്ട ആ സമയമാണെങ്കിൽ, അതായത് ആ പ്രായമാണെങ്കിൽ, അതിനുവേണ്ടി സർക്കാർ തലത്തിൽ അപേക്ഷിച്ചിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ചും വലിയ ഗ്രേഡിൽ, അതായത് ഭരണതലത്തിലെ ഉന്നത സ്ഥാനങ്ങൾ ഒക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുകയോ ഉന്നത പരീക്ഷകൾ അതിനുവേണ്ടി പാസ്സാകുകയോ ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അനുകൂലവും സന്തോഷകരവുമായ വാർത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്ക്, അവരുടെ പിതാവോ പിതൃതുല്യരായ വ്യക്തികൾക്കോ ഉയർന്ന പദവി ലഭിക്കുകയോ അതിൽ നിന്ന് മനസ്സിന് ആഹ്ലാദം ലഭിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവുകയോ ചെയ്യാം എന്ന് കാണുന്നുണ്ട്. തറവാട് ഭാഗം വയ്ക്കുകയോ തറവാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സ്വത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഓഹരി അത് വിഭാഗം ചെയ്യുന്നതിൻ്റെ കാര്യത്തിലോ ഒക്കെ തന്നെ വളരെ സന്തോഷകരമായ വാർത്ത കേൾക്കുമെന്ന് കാണുന്നു. എന്നാൽ സഹോദരന്മാരുമായി ചെറിയ കാര്യങ്ങളിൽ ചിലപ്പോൾ ഇടയാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ആകാനാണ് സാധ്യത. എന്നാൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇങ്ങനെ ഒരു ഇടച്ചിൽ ഉണ്ടായാലും അതിൽ നിന്ന് വലിയ നഷ്ടമൊന്നും വരാനുള്ള സാധ്യതയില്ല. മറിച്ച് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സഹോദര സ്ഥാനത്തുള്ളവർക്ക് ഒന്നുകിൽ മാനസികമായ വൈഷമ്യമോ അല്ലെങ്കിൽ ശാരീരികമായ അവശതയോ ഉണ്ടാകാനുള്ള ഇട കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വാഹനം സൂക്ഷിച്ചോടിക്കണമെന്നും ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ അത്തരം മൂർച്ചയുള്ള വസ്തുക്കളോ ഭാരമുള്ള വസ്തുക്കളോ ഉള്ള ഉപകരണങ്ങളുമായി ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണമെന്നും അതിൽ നിന്ന് അപകട സാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തീയുമായി ബന്ധപ്പെട്ടോ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാകാം. മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആർക്കെങ്കിലും സുരക്ഷാ സൈന്യങ്ങളിലോ അല്ലെങ്കിൽ അഗ്നിശമന സേനാ വിഭാഗങ്ങളിലോ ഒക്കെ ജോലി ഉണ്ടെങ്കിലും അവരുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ കൂടുതൽ സാഹസികത കാണിക്കാനും അതുവഴി എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതെല്ലാം പോസിബിലിറ്റീസാണ്. ഉണ്ടാകും എന്ന് ഉറപ്പ് പറയുകയല്ല, ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ, വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഭൂമി നേരത്തെ തന്നെ കിട്ടിയിരുന്ന ഭൂമിയിൽ, വാങ്ങിയിരുന്ന ഭൂമിയിൽ വീടോ മറ്റു കെട്ടിടങ്ങളോ നിർമ്മിക്കുന്ന കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട് പുതിയ വാഹനം വരികയോ മാതാവിൻ്റെ കുടുംബത്തിലേക്ക് പുതിയ വാഹനവുമായി ചെല്ലുകയോ അവരുടെ ഏറ്റവും സന്തോഷകരമായ കുറേ നിമിഷങ്ങൾ അവിടെ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതായി കാണുന്നു. മാതാവിനും ശാരീരികമായി, പ്രത്യേകിച്ചും ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരും ഒരു ഓവർ എന്തൂസിയാസ്റ്റിക് ആകുന്നതിൻ്റെ, ഒരുപാട് അങ്ങ് ഓവർ സ്മാർട്ട് ആകുന്നതിൻ്റെ ഫലമായി ചില ശാരീരികമായ അവശതകൾ ഉണ്ടാകാം. ചിലപ്പോൾ അത് അപകട സാധ്യതകളാവാം. നേരത്തെ പറഞ്ഞതുപോലെ വാഹനം അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ, തീ, ഇലക്ട്രിസിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും, അതുപോലെ വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും കാണുന്നു. തങ്ങളുടെ അമിതമായ വിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ എടുത്തുചാട്ടം കൊണ്ടോ വളരെ ഇമോഷണലി വൈകാരികമായ ഒരു തിക്കുമുട്ടൽ കൊണ്ടോ ഒക്കെ ഉണ്ടാകാവുന്ന ചില വാക്കുകൾ ചിലപ്പോൾ ഇവർക്ക് ദോഷകരമായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവേ ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ, ആദ്യ പകുതി ഇവർക്ക് വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം, അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണം, വിദേശവുമായി ബന്ധപ്പെട്ട കരാറുകൾ മുടങ്ങിക്കിടന്നിരുന്നത് വീണ്ടും ആരംഭിക്കുന്നതിൻ്റെ വാർത്തകൾ ലഭിക്കുന്നു ഇവർക്ക്. അതുപോലെ കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു, ഏറ്റ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നു. ഇതെല്ലാം ആഴ്ചയുടെ ആദ്യ പകുതിയിലാണ്. ഉദരസംബന്ധമായ രോഗമുണ്ടായിരുന്നതിൽ നിന്ന് കുറേയൊക്കെ മുക്തി ഉണ്ടാകുന്നു. മറ്റുള്ളവരുമായി ശത്രുതയുണ്ടാകുന്നതൊക്കെ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ മാറ്റുന്നത് കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതി വീണ്ടും ചില വൈകാരിക സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട് ചിലപ്പോൾ സുഹൃത്തുക്കളുമായി അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുമായൊക്കെ വാക്കുതർക്കം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നട്ടെല്ല് സംബന്ധമായോ പേശി സംബന്ധമായോ ഉള്ള അസുഖം അല്ലെങ്കിൽ വസ്തിപ്രദേശത്ത് ഉദരത്തിൻ്റെ കീഴ്ഭാഗം അതുപോലെ നട്ടെല്ലിൻ്റെ മൂലാധാര പ്രദേശങ്ങൾ ഇവിടെയൊക്കെ ദോഷങ്ങൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനവസരത്തിൽ
അപ്രതീക്ഷിതമായി പണം കൈവരുന്ന ദിവസം കൂടിയാണ് ആഴ്ചയുടെ രണ്ടാം പകുതി എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ ലോട്ടറി അടിക്കാം, അല്ലെങ്കിൽ നേരത്തെ കിട്ടാനുണ്ടായിരുന്ന പണം ഇവർ പോലും മറന്നുവച്ചത്, അതായത് മേടക്കൂറിലെ നക്ഷത്രക്കാർ പോലും മറന്നുവച്ചത് അപ്രതീക്ഷിതമായി ഇവരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതല്ല, പ്രതീക്ഷിച്ചിരുന്ന ധനമായാലും അത് ബൾക്കായി കുറച്ച് വലിയ ഒരു എമൗണ്ടിൽ ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഗുണകരമാണ്. ആഴ്ചയുടെ അവസാന ദിവസം രാത്രിക്ക് ശേഷം പിതാവിനൽപ്പം ശാരീരികമായ അവശതയും കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 16, 17, 18, 19 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ടതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ചില പുതിയ മാനങ്ങൾ ലഭിക്കുന്നതായി കാണുന്നു. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും നന്നായി മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന തരത്തിൽ, പ്രത്യേകിച്ചും മേലധികാരികൾക്ക് ഇഷ്ടം വരുന്ന തരത്തിൽ, അവരുടെ പ്രീതി സമ്പാദിക്കുന്ന തരത്തിലുള്ള ജോലിയിലെ മികവ് പ്രകടമാകുന്ന ഒരാഴ്ചയാണിത്. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് കൂടുതലായി അത് വരുന്നത്. ആദ്യ ദിവസങ്ങളിൽ ചില ആലസ്യങ്ങൾ കാണുന്നുണ്ട്. ഒന്നുകിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഇവരുടെ വ്യക്തികളുമായോ അല്ലെങ്കിൽ ഇവരുടെ സന്താനങ്ങളുമായോ ബന്ധപ്പെട്ട് മാനസിക വൈഷമ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഖം എന്ന് പറയുമ്പോൾ നെറ്റിത്തടം, പുരികം, കണ്ണ്, മൂക്ക്, അതുപോലെ കവിളല്ലുകൾ, മോണ, പല്ല്, കീഴ്ത്താടി, ചെവി, ഈ ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള പേശി സംബന്ധമായോ അല്ലെങ്കിൽ ത്വക്ക് സംബന്ധമായോ അല്ലെങ്കിൽ എല്ല് സംബന്ധമായോ അസ്ഥി സംബന്ധമായോ എന്തെങ്കിലുമൊക്കെ ചെറിയ അവശതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് കാണുന്നുണ്ട്. സ്വന്തം വാക്ക് വളരെ ശത്രുതയുണ്ടാക്കാം, പ്രത്യേകിച്ചും കുടുംബത്തിൽ. അതുകൊണ്ട് തന്നെ ദാമ്പത്യത്തിൽ ചെറിയ ഉലച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ദാമ്പത്യത്തിലല്ല, സൗഹാർദ്ദത്തിൻ്റെ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിലും ആ സൗഹാർദ്ദങ്ങളിൽ അകൽച്ചയുണ്ടാവാം. പ്രണയങ്ങളിലും ഒക്കെ തന്നെ ഈ തരത്തിലുള്ള ചില വാക്കുകൾ കൊണ്ടുണ്ടാകാവുന്ന ചില അകൽച്ചയോ വൈഷമ്യമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി ത്വരിതമാകുന്നു, കുറച്ചുകൂടി വേഗത വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ആശയങ്ങളോ പുതിയ ആവിഷ്കാരങ്ങളോ ഒക്കെ പ്രകടിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിലെ ഇവരുടെ മതിപ്പ് വർദ്ധിക്കുന്നതായി കാണുന്നു. തങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം കർമ്മരംഗത്ത് കൂടുതൽ വിജയിക്കാനും അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുമുള്ള ഇവരുടെ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഇവരുടെ ഒരു മനസ്സിൻ്റെ ഉത്സാഹം അത് ഈ ആഴ്ചയും വർദ്ധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 1.5 ദിവസങ്ങൾക്ക് ശേഷം അത് വളരെ പ്രകടമായി വരുന്നു. നിരാശയൊക്കെ മാറി വളരെ ആക്റ്റീവായി പ്രസൻറ്റ് മൈൻഡഡായി തങ്ങളുടെ കർമ്മരംഗത്ത് ഇവർ ഏറ്റവും കൂടുതൽ തിളക്കമുള്ള ചില അവസ്ഥകൾ സൃഷ്ടിക്കും എന്ന് കാണിക്കുന്നുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് ചില ചെറിയ പ്രശ്നങ്ങൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ അധികാരികളുമായി ബന്ധപ്പെട്ടുണ്ടാകാം. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ ഇതിനൊക്കെ മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. മാതാവിന് BP സംബന്ധമായ അസുഖമുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും തരത്തിൽ തലയുമായോ മസ്തിഷ്കവുമായോ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അവശത വരാനുള്ള സാധ്യതയുണ്ട്. BP എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തെയും അതുപോലെ മസ്തിഷ്കത്തെയും ഒരുപോലെ ബാധിക്കാൻ, നെഗറ്റീവായി ബാധിക്കാൻ, പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കണം. ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ കൊണ്ട് അവരുടെ മാതാവിനോ അല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്തുള്ള വ്യക്തികൾക്കോ സമാനരായ വ്യക്തികൾക്കോ ശാരീരികമായ അവശതയോ പ്രത്യേകിച്ചും BP സംബന്ധമായ അസുഖമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരും വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം എന്ന് കാണുന്നു. അതുപോലെ തന്നെയാണ് അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വിശേഷം, അവരുടെ കർമ്മരംഗത്ത് അവർക്ക് അവരുടെ വിഭവശേഷി വർദ്ധിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ചിലരുടെ അപവാദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചിലരുടെ ശത്രുതാ മനോഭാവത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടോ താൽക്കാലികമായ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ ആഴ്ചയുടെ തുടക്ക ദിവസം അത്തരം ഒരു വൈഷമ്യവും ഇവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അത് മാറും. ആഴ്ചയുടെ അവസാനത്തെ ദിവസം ഇവർക്ക് അപ്രതീക്ഷിതമായി ചില സമ്മാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് കിട്ടാം. ഒരുപക്ഷെ കുടുംബത്തിൽ തുടക്കത്തിൽ ദാമ്പത്യത്തിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരു അകൽച്ച ആഴ്ചയുടെ അവസാന ദിവസം ഒരു സമ്മാനമൊക്കെ കൊടുത്ത് കുറച്ചുകൂടി അതിനെ ആ കലഹമൊക്കെ അവസാനിപ്പിച്ച് വളരെ സന്തോഷപരമായ ഒരു ആഴ്ചയുടെ അവസാനമായി മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വാഹനം സൂക്ഷിച്ചോടിക്കണം. ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും പ്രത്യേകിച്ച് മുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് 17 സായാഹ്ന ശേഷം 18, 19, 20, 21, 22 ഉച്ചയ്ക്ക് 2:30 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ
മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. തങ്ങളുടെ കർമ്മത്തിൽ ഇപ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഈ ആഴ്ചയും വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ശരിക്കും ഇവരുടെ ഗുണം ഉണ്ടാകുന്നത് ഈ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ തുടക്കത്തിലെ 2 ദിവസങ്ങളും പിന്നെ ആഴ്ചയുടെ അവസാന ദിവസവുമാണ്. ഇടയ്ക്കുള്ള ദിവസങ്ങൾ ഒരു 3.5 ദിവസങ്ങൾ, ഏകദേശം 4ഓളം ദിവസങ്ങൾ അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് ചിലപ്പോൾ മനസമാധാനം കെടുത്തുന്ന ചില വാർത്തകൾ കേൾക്കാൻ ഇടവരും എന്ന് കാണുന്നുണ്ട്. അത് ഒന്നുകിൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളാകാം, മനസ്സിനോട് ചേർത്ത് പിടിക്കുന്ന ചില ബന്ധങ്ങളിൽ നിന്ന്, ആ വ്യക്തികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മനോവിഷമം ഉണ്ടാകാം. പ്രത്യേകിച്ചും മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മിഥുനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ സ്ത്രീകളിൽ നിന്നോ, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത് ഒരു റിലേഷൻഷിപ്പ് മാത്രമായി കാണണ്ട, മാതാവ് ആകാം, മാതാവിൻ്റെ രോഗാവശതയോ മാതാവിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ, പ്രത്യേകിച്ച് കുടുംബത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ മാതാവുമായി സംഭാഷണത്തിൽ ഏർപ്പെടേണ്ടി വരികയോ, അല്ലെങ്കിൽ സഹോദരിയുമായി പ്രശ്നമുണ്ടാവുകയോ, അതല്ലെങ്കിൽ സ്വന്തം ലേഡി സുഹൃത്തുമായി ബന്ധപ്പെട്ടോ, ഇനി ഭാര്യയുമായി ബന്ധപ്പെട്ടോ, അതല്ലെങ്കിൽ മകളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചില വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും വാക്ക് പറഞ്ഞ് അതിൽ നിന്നും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നു. പക്ഷേ ധനപരമായ കാര്യത്തിൽ ഇവർക്ക് ദോഷമില്ല. അതുപോലെ ഈ മിഥുനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർ അവരുടെ സ്ത്രീ ബന്ധങ്ങളോട്, മാതാവ്, സഹോദരി, മകൾ, ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്ത്, ഇവരോടൊക്കെ അവരുടെ നല്ല കാര്യത്തിന് വേണ്ടി പറയുന്ന കാര്യവും ഈ ആഴ്ചയുടെ ഒട്ടുമിക്ക ദിവസങ്ങളും, പ്രത്യേകിച്ചും ആദ്യത്തെ 2 ദിവസത്തിനും അവസാനത്തെ ദിവസത്തിനും ഇടയ്ക്ക് വരുന്ന ദിവസങ്ങളിൽ വാക്കുകൾ നല്ല കാര്യത്തിന് വേണ്ടി പറയുന്നതായാലും ശരി, അത് ചിലപ്പോൾ ആ വിധത്തിൽ അവർ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇവരുടെ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ സ്ത്രീ പുരുഷ ഭേദമന്യേ അവരുടെ പിതാവിൻ്റെ രോഗാവസ്ഥയിൽ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ പഠനവുമായി ബന്ധപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക്, ഇന്ത്യയിൽ തന്നെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലേക്കോ അതല്ലെങ്കിൽ കടലുകടന്ന് വിദേശ രാജ്യത്തേക്കോ പോകുന്ന കാര്യത്തിൽ ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വരും ആഴ്ചകളിൽ അതൊക്കെ മാറിക്കിട്ടുമെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സ്വന്തം ജോലിയിലും ധനപരമായ വരവിലും ദോഷമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ചും ജോലിയിൽ തങ്ങൾക്ക് അറിയാവുന്ന കഴിവ് ഏറ്റവും നന്നായി പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ കാണുന്നു. ഓരോ തരത്തിൽ സർക്കാർ ജോലിക്കാരനാണെങ്കിൽ ആ വിധത്തിൽ തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി പ്രകടിപ്പിക്കുന്നു. അതല്ല സ്വകാര്യ മേഖലയിലാണെങ്കിൽ അതങ്ങനെ. ഇനി അതൊന്നുമല്ല, പ്രത്യേകമായി ഏതെങ്കിലും ഒരു സ്കില്ല് കൊണ്ട് പ്രൊഫഷണൽ ലെവലിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളുടെ പ്രൊഫഷനോട് ഏറ്റവും നന്നായി ഇടപഴകാൻ സാധിക്കുന്ന ഒരു അവസ്ഥ, റിസൾട്ട് ഓറിയൻറ്റഡായി തങ്ങളുടെ കർമ്മരംഗത്ത് ഫലപ്രാപ്തി ഉണ്ടാക്കുന്ന തരത്തിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ആ വിധത്തിൽ അവരുടെ ജോലിയുടെ മികവ് വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക്, തങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് അവരെയൊക്കെ ധനപരമായി സഹായിക്കാനും അവർക്ക് സമ്മാനങ്ങൾ വാങ്ങിച്ചു നൽകാനുമൊക്കെ സാധിക്കുന്നതായി കാണുന്നു. തങ്ങൾക്ക് ഉണ്ടായിരുന്ന കർമ്മമേഖലയിലെ തടസ്സങ്ങൾ ഒരളവ് വരെ മാറിയതുകൊണ്ട് ഇവർക്ക് മറ്റു വിധത്തിലുണ്ടാകുന്ന വൈഷമ്യങ്ങൾ, പ്രത്യേകിച്ചും വ്യക്തിപരമായ ബന്ധങ്ങളിലോ മറ്റോ ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. മാറ്റം എങ്ങനെയെന്ന് പറഞ്ഞാൽ മറ്റു തൊഴിൽ മേഖലയിലും പ്രവർത്തന മേഖലയിലും ഇവർക്ക് കിട്ടുന്ന മതിപ്പും അതിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തിക ഭദ്രതയും ഒരളവ് വരെ അവരുടെ മോശാവസ്ഥകളെ പരിഹരിക്കുമെന്നാണ് കാണുന്നത്. സഹോദര സ്ഥാനത്തുള്ളവർക്കും പിതാവിനും നയനരോഗമോ ഹൃദയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവശതയോ ഉണ്ടാകാം. നേരത്തെ തന്നെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വിദേശത്തു നിന്നുള്ള ധനസഹായം ഇപ്പോഴും ഇവർക്ക് വരുന്നതായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയിലും ഉന്നത പഠനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ചെറിയ തടസ്സമുണ്ടാകുമെങ്കിലും വരും ദിവസങ്ങളിൽ അത് മാറിക്കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ഭേദപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് 20, 21, 22 ഉച്ചയ്ക്ക് ശേഷം, 22 ഉച്ചയ്ക്ക് കഴിഞ്ഞും 2:30 കഴിഞ്ഞും ഇവർക്ക് താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മംഗളകർമ്മത്തിൻ്റെ കാര്യത്തിലോ ഒക്കെ നേരത്തെ ആഗ്രഹിച്ചിരുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഇവർക്കിപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, സ്ത്രീകൾ വഴി ഇവർക്ക് മനോവിഷമം ഉണ്ടാകാമെന്ന്. ഒരുപക്ഷെ മാതാവിനോടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നത് തന്നെ തങ്ങൾക്കിഷ്ടപ്പെട്ട വ്യക്തിയുമായുള്ള വിവാഹവുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാന്ധവത്തിൻ്റെ കാര്യമോ മാതാവ് അറിയുകയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന
വഴക്കുമൊക്കെ ആകാം. മാതാവ് തന്നെ ആകണമെന്നില്ല, ഉത്തരവാദപ്പെട്ട മറ്റേതെങ്കിലുമൊക്കെ സ്ത്രീകളും ഈ വിധത്തിൽ ഇപ്പോൾ മിഥുനക്കൂറിൽപ്പെട്ട പുരുഷന്മാരോട് ഏതെങ്കിലും വിധത്തിൽ കലഹിക്കാനോ അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം ഇപ്പോഴും ഇവർക്കുണ്ട്. തങ്ങളുടെ പ്രായത്തോട് കൂടുതൽ മമത പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ പ്രായമത്ര പറയാത്ത വിധത്തിൽ ശാരീരികമായ ഒരു കാന്തി ഇവരെ വലയം ചെയ്യുന്നതായി കാണുന്നു. അത് അവരുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നതായും കാണുന്നു. ഒരുപക്ഷേ മനസ്സിൽ ഈശ്വരാധീനത്തിൻ്റെയും ആത്മീയ ഭാവത്തിൻ്റെയും പൂർണ്ണത വരുന്നതുകൊണ്ടാവണം സ്വന്തം ശരീരത്തിലും അതിൻ്റേതായ വളരെ അനുകൂലമായ പോസിറ്റീവായ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർക്കിടകക്കൂറിൽപ്പെട്ട ഈ ആശങ്കയുള്ള മനസ്സ് എപ്പോഴും ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിഷാവസ്ഥകൾ സമ്മാനിക്കുമെന്ന് പറയാറുണ്ട്. മനസ്സെപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ആശങ്കകളുടെ പിരിമുറുക്കത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് സ്കിൻ ഡിസീസ് വരാം, ത്വക്ക് രോഗങ്ങൾ വരാം എന്ന് പറയാറുണ്ട്. ശാസ്ത്രീയമായ വിശകലനങ്ങളിൽ അത് പറയാറുണ്ട്. എന്നാൽ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സമയങ്ങളിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായ അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. സോറിയാസിസ് എന്ന രോഗമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകൾ കൂടുതൽ സങ്കീർണമാവുകയോ പ്രശ്നരൂക്ഷിതമാവുകയോ ചെയ്യുമ്പോൾ സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ വർദ്ധിക്കുന്നതായി പറയാറുണ്ട്. ഇവിടെ രോഗമുണ്ടെന്നോ ഒന്നുമല്ല പറഞ്ഞു വരുന്നത്. ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ ജലരാശിയാണ്. ചന്ദ്രനാണ് അവരുടെ അധിപൻ. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്. സ്വാഭാവികമായും ചന്ദ്രൻ്റെ ഒരു ഇൻസ്റ്റബിലിറ്റി, ഇപ്പോൾ നന്നായിരിക്കുന്നു, ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, അടുത്ത നിമിഷം ചിലപ്പോൾ ആശങ്കകളാൽ മുഖം വീർത്ത് വല്ലാതെ കണ്ണീർ വാഴ്ത്തുന്നൊരവസ്ഥയൊക്കെ വരാം. ആ ഇൻസ്റ്റബിലിറ്റിക്ക് ഒരു ചെറിയ മാറ്റം ഈശ്വരാധീനം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. മനസ്സിൻ്റെ ഒരു സ്ഥായീഭാവം കൈവന്നിരിക്കുന്നു, പ്രത്യേകിച്ചും അനുകൂലമായ സ്ഥായീഭാവം. അതവരുടെ നന്മയ്ക്കും അവരുടെ ശാരീരികമായ ലാവണ്യതയ്ക്കുമൊക്കെ വളരെ ഗുണത്തെ സമ്മാനിക്കുന്നു എന്ന് വേണം കാണാൻ. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ പലപ്പോഴും തെറ്റായി പറയുകയോ അല്ലെങ്കിൽ ഇവർ പറയുന്ന വാക്കുകളെ മറ്റുള്ളവർ കുറേ കാലമായി, ഏകദേശം ഒരു വർഷമായി വേറൊരു തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ തൊട്ടയൽപക്കവുമായോ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുമായോ എപ്പോഴും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ മനസ്സിലെങ്കിലും ഉണ്ടാകാവുന്ന അവസ്ഥയുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യം കുറേ തടഞ്ഞു കിടന്നിരുന്ന അവസ്ഥയ്ക്കും മാറ്റമുണ്ട്. ഭാഗ്യം കുറച്ചുകൂടി തുറന്നു കിട്ടുന്നു. ഈശ്വരാധീനം വർദ്ധിക്കുന്നുവെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു. ആശങ്കകൾക്ക് ഒരു പരിധിവരെ അറുതി വന്നിട്ടുണ്ട്. ഈശ്വരൻ കൂടെയുള്ളപ്പോൾ, സർവേശ്വരൻ്റെ സാന്നിധ്യം ജന്മത്തിൽ ശക്തനായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും നെഗറ്റീവ് ഫോഴ്സിന്, അതായത് ദുർശക്തികൾക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ഈ മോശാവസ്ഥകൾ മാറി കൂടുതൽ സങ്കീർണമായ അവസ്ഥകളിൽ നിന്നൊക്കെ മാറി മനസ്സ് കൂടുതൽ പ്രകാശമാനമാവുകയും അതവരുടെ തൊഴിൽ മേഖലയെയും പ്രവർത്തന മേഖലയെയും കൂടുതൽ ശോഭിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വരുമാനം വർദ്ധിക്കുന്നു. എന്നാൽ ചിലവും വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നു. ശാരീരികമായ മറ്റു ചില ആരോഗ്യാവസ്ഥകൾ മോശമാകുന്നതിനാൽ തന്നെ ഇവർക്ക് ചിലപ്പോൾ ആശുപത്രി വാസത്തിനോ അല്ലെങ്കിൽ മരുന്ന് വാങ്ങുന്നതിനോ ഒക്കെ അഡീഷണലായി അധികമായി പണം ചിലവഴിക്കേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. വാഹനം ഇവരും സൂക്ഷിച്ചോടിക്കണമെന്ന് കാണുന്നു. വേഗതയുള്ള കാര്യങ്ങൾ, വേഗതയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ജാഗ്രത വേണം എന്ന് പറഞ്ഞാൽ വേഗത കുറയ്ക്കണം എന്ന് തന്നെയാണ് അർത്ഥം. ആവശ്യമില്ലാത്ത തിടുക്കവും ആവശ്യമില്ലാത്ത ഇമോഷണൽ ഒരു ഓവർ തിങ്കിങ്ങും ഒന്നും വേണ്ട എന്ന് വേണം കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് ഈ ആഴ്ചയും പറയാൻ. തുടക്ക ദിവസങ്ങൾ വളരെ ഉത്സാഹപൂർവ്വം തന്നെയാണ് ഇവർ കാണുന്നത്. ധനസംബന്ധമായ കാര്യത്തിലും ഇടപെടുന്ന കാര്യത്തിലുമൊക്കെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. സഹോദര സ്ഥാനത്തുള്ളവരും ബന്ധുക്കൾക്കുമൊക്കെ വളരെ സഹായം ചെയ്യുകയും തിരിച്ച് കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഈ സഹായം ലഭിക്കുന്നതായും കാണുന്നു. പൊതുവെ ആലസ്യമൊക്കെ മാറി മനസ്സ് വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയുടെ അവസാന ദിവസമാണ് കൂടുതൽ ഗുണം. പ്രത്യേകിച്ചും സാമ്പത്തികമായ ഭദ്രതയാണ് പ്രധാനമായും കാണുന്നത്. കടബാധ്യതയിൽ നിന്ന് വരെ മോചനം ലഭിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികമായ വരവുണ്ടാവും. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലും ഒക്കെ വളരെ ഉദാരമായ മനസ്ഥിതി ആഴ്ചയുടെ അവസാന ദിവസം കാണുന്നു. രോഗാവസ്ഥയിൽ നിന്നൊക്കെ മുക്തി, അതുപോലെ ശത്രുതാ മനോഭാവത്തിലുള്ളവരടുത്ത് ആ അവസ്ഥയൊക്കെ മാറി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദത്തിൻ്റെ പാലം തീർക്കാനുമൊക്കെ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. എന്തായാലും കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 16, 17 സായാഹ്നം വരെയും ശേഷം 22-ാം തീയതി പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷം വളരെ ഗുണകരമായി കാണുന്നു. 22-ാം തീയതി ഉച്ചയ്ക്ക് 2:50 ശേഷം കൂടുതൽ ഗുണകരമാണ്. അടുത്തത്
ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലവ് അധികരിച്ചിരിക്കും, എന്നാൽ പണം അതിനനുസരിച്ച് വരികയും ചെയ്യും. ചിലവ് വർദ്ധിച്ചിരിക്കും എന്നൊരു ന്യൂനത കഴിഞ്ഞ 1-1.5 മാസമായിട്ട് കൃത്യമായി ഈ പറയുന്ന ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല, അവർ കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കർമ്മമേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും അതുവഴി ധനം കൂടുതൽ ഉണ്ടാക്കാനുമായി ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധനത്തിൻ്റെ വരവിന് ഒരു പരിധിയുണ്ട് എന്ന് പറയുന്നു ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. ആഴ്ചയുടെ ആദ്യ പകുതിയിലും അതുപോലെ രണ്ടാം പകുതിയിലും ഒരുപോലെ തന്നെ ഇവർ മേലധികാരികളുമായി എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു. ഒന്നുകിൽ മേലധികാരികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, അതല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനമാണ് സർക്കാർ തലങ്ങളിൽ, ഭരണതലങ്ങളിലൊക്കെ ഇവർ വഹിക്കുന്നതെങ്കിൽ ആ മേഖലയിൽ ഇവർക്ക് വല്ലാത്ത പിരിമുറുക്കമാർന്ന ഒരവസ്ഥ ഉണ്ടാകാം. സർക്കാരുമായി ബന്ധപ്പെട്ടോ കൂടുതൽ ഉയർന്ന നിലയിൽ ഉള്ളവരോട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ തങ്ങളുടെ ജോലിയിലുള്ള എന്തെങ്കിലും അപ്രാപ്തിയെക്കുറിച്ചുള്ള പറച്ചിലോ ഒക്കെ കേൾക്കേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. എന്നാൽ ധനപരമായ വരവിന് യാതൊരു കുറവും കാണുന്നില്ല. പക്ഷേ വർദ്ധിച്ചിരിക്കും ചിലവ് എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരുപക്ഷെ സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസ സംബന്ധമായി കുട്ടികളുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും ഒക്കെയാവാം പണം ചെലവഴിക്കപ്പെടുന്നത്. പക്ഷേ പണം കയ്യിൽ നിൽക്കുന്നില്ല എന്നത് കാണുന്നു. വരുന്നു പോകുന്നു എന്നൊരു മട്ടുണ്ട്. എന്നാൽ അത് അനാമത്തായി പോകുന്നില്ല, ഭാവിയിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ഗുണമുള്ള ഒരവസ്ഥയായി മാറുന്നു. ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് പണം മുടക്കേണ്ടി വരുമെന്നേ കാണുന്നുള്ളൂ. അമ്പലങ്ങളിൽ ദർശനം നടത്തുന്നതും മനസ്സിന് ഏകാഗ്രതയുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതും ഈ അവസരത്തിൽ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൊതുവേ ഇപ്പോൾ ഉൾച്ചൂട് വർദ്ധിക്കും. ഉൾച്ചൂട് വർദ്ധിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ ആന്തരികമായ ചൂട് അത് വർദ്ധിക്കാനുള്ള കാരണം ഒരുപാട് ചിന്തിക്കുകയും അതുപോലെ ടെൻഷൻ മനസ്സിനുണ്ടാവുകയും ചെയ്യുമ്പോൾ ശരീരം വിയർക്കും. സ്വാഭാവികമായി ഉള്ളിലുണ്ടാകുന്ന ചൂടാണത്. അത്തരമൊരു ചൂട് കൂടിയ അന്തരീക്ഷത്തിൽ ആയിരിക്കും ഒരു പക്ഷേ ഈ ആഴ്ചയിൽ കുറച്ച് ദിവസങ്ങളെങ്കിലും ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കഴിയേണ്ടി വരിക. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം അത്തരമൊരവസ്ഥയുണ്ടാകാം. അതുപോലെ തന്നെ പിതാവിനോ രക്ഷാകർതൃ സ്ഥാനത്തുള്ളവർക്കോ രോഗാവസ്ഥകൾ കാണുന്നുണ്ട്. ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ അവരുടെ നയനം, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അവശതകൾ ഉണ്ടാകാം. നേരത്തെ തന്നെ ഇത്തരം ശാരീരിക ഭാഗങ്ങളിൽ അവശതയുണ്ടായിരുന്നെങ്കിൽ അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കൃത്യമായി മരുന്ന് കഴിക്കാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശം തേടാതിരിക്കുകയോ ചെയ്യുന്നവർക്ക് അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഇത്തരം ചില അവസ്ഥകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് പ്രത്യേകമായി കാണുക. അതുപോലെ ഇപ്പോഴും ഇവർക്കുണ്ടാകാവുന്ന ഇവർ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരെ കൃത്യമായി നയിച്ചു കൊണ്ടുപോകുന്ന ബൗദ്ധികത, അതായത് ബുദ്ധി ആണല്ലോ ഒരാളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ചിന്തയുടെ നൗകയിൽ സഞ്ചരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് പോലെ ആ ഒരു ചിന്തകൾക്ക് കൃത്യമായ ഒരു വ്യക്തത ഇവർക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നല്ലതാര്, യഥാർത്ഥത്തിൽ മോശപ്പെട്ട വ്യക്തി ആര്, അല്ലെങ്കിൽ സംഭവങ്ങൾ ആര്, അല്ലെങ്കിൽ തങ്ങൾ ഇടപെടുന്ന കാര്യങ്ങളിൽ ആ വ്യക്തത കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതിന് ഗ്രഹങ്ങളുടെ ചില നിലകൾ ഇവരെ വളരെയധികം പ്രതികൂലമായി സഹായിക്കുന്നുമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈശ്വരാധീനം കൊണ്ട് മാത്രമേ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന ചിന്ത വേണം. കൃത്യമായ പ്രാർത്ഥന, മനസ്സിൻ്റെ ഏകാഗ്രത, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനഃപൂർവ്വം മനസ്സിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ആന്തരിക ശക്തി ഇതിവർക്ക് വേണം എന്ന് കൃത്യമായി പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ, താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 17 സായാഹ്ന ശേഷം 18, 19 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ടതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. സാമ്പത്തികമായ വരവിന് വേണ്ടി ശ്രമിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നുകിൽ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ മേലധികാരിയുമായോ, അതല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് മേലധികാരികളൊന്നുമില്ല, സ്വന്തം കഴിവനുസരിച്ച് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് സർക്കാരുമായോ അല്ലെങ്കിൽ നിയമപരമായ ചില കാര്യങ്ങളുമായോ ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില സംഘർഷാവസ്ഥകളോ അല്ലെങ്കിൽ ചില മാനസിക വിഷമമുണ്ടാക്കുന്ന അവസ്ഥകളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അധികാരികളുമായി പിണങ്ങാനോ അല്ലെങ്കിൽ അധികാരികളുടെ വാക്കുകൾ കേൾക്കാതെ ചില കാര്യങ്ങൾ ചെയ്യുകയോ
ചെയ്യുക വഴി ഉണ്ടാകാവുന്ന ചില മാനസിക വിഷമങ്ങൾ അതുവരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികം ഈ ആഴ്ചയിലും ഇവരെ സംബന്ധിച്ചിടത്തോളം തടയപ്പെടുന്നില്ല. പലരും സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ വരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വളരെ കൃത്യമായി സൂക്ഷ്മമായി ചോദിച്ചാൽ അത്യാവശ്യം പണം വരുന്നുണ്ടെന്ന് പിന്നത്തെ വർത്തമാനം പറയും. അതുകൊണ്ട് ഈ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ പലരും നോ എന്ന് പറയുന്നുണ്ടെങ്കിലും സാമ്പത്തികം അങ്ങനെ വരാതെയൊന്നും ഇരിക്കത്തില്ല. പക്ഷേ അത് പറയാൻ പലർക്കും എന്തോ ഒരു ഇതാണ്. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് പണം ഏത് വിധേനയെങ്കിലും ഇവരിലേക്ക് വരും. കഴിഞ്ഞ കുറച്ചു കാലത്തിന് ശേഷം കുറച്ച് കൂടുതലായിട്ട് വരും. എന്നാൽ അതിന് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ, പ്രത്യേകിച്ചും അധികാരികളിൽ നിന്നോ നിയമത്തിൻ്റെ വശങ്ങളിൽ നിന്നോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ തന്നെ ചിലപ്പോൾ തങ്ങളുമായി ഇടഞ്ഞ് ശത്രുസ്ഥാനത്തേക്ക് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കൾ, ഇടപെടുന്ന വ്യക്തികൾ, പ്രത്യേകിച്ചും പ്രവർത്തന രംഗത്തോ ബിസിനസ്സിലോ ഏറ്റവും വിശ്വസനീയരായ വ്യക്തികളായിരിക്കണമെന്ന് ഇവരോട് പറയേണ്ടിയിരിക്കുന്നു. അത്യാവശ്യം ലാഭനേട്ടത്തിനു വേണ്ടി തങ്ങളെ ഒറ്റുന്ന വ്യക്തികളുമായിട്ടുള്ള സൗഹാർദ്ദങ്ങളും അത്തരം വ്യക്തികളുമായി ചേർന്നുള്ള ഇടപെടലുകളുമൊക്കെ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയുന്നത്. എന്തായാലും പ്രവർത്തിക്കുന്ന ഇടത്ത് ഇവർക്ക് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ കച്ചവടമോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ അല്ലെങ്കിൽ തങ്ങളുടെ ജോലി കൃത്യമായി തങ്ങളുടെ സ്കില്ലനുസരിച്ച് ചെയ്യുന്ന പ്രൊഫഷണൽ ജോലിയിലായാലും അവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുകയും അതിൽ നിന്ന് ഈശ്വരാധീനം പോലെ ഇവർക്ക് വരുമാനം ഉണ്ടാവുകയും ചെയ്യും. കഴിവനുസരിച്ച് കൃത്യമായി വരുമാനം കിട്ടുന്നതാണ്. അതിൽ അല്പമെങ്കിലും കുറവോ കൂടുതലോ ഒന്നും കാണുന്നുമില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ ഇവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ അതിന് അധികാരികളുടെ ഒരു നോട്ടമുണ്ടാവുകയും അവരുടെ മുന്നറിയിപ്പുണ്ടാവുകയോ അവരുടെ ഉപദേശമുണ്ടാവുകയോ ചെയ്തേക്കാം. അത്തരം കാര്യങ്ങളിൽ വിഷമമുണ്ടാകാനുള്ള സാധ്യത. കുടുംബത്തിൽ ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശത ചെറിയ തോതിലെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു കൊള്ളണം. പ്രത്യേകിച്ചും അവരുടെ ഉദര സംബന്ധമായോ അവർക്ക് ത്വക്ക് സംബന്ധമായോ എന്തെങ്കിലും അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 16, 17 സായാഹ്നം വരെയും ശേഷം 20, 21, 22 ഉച്ചയ്ക്ക് 2:50 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൽ നിന്ന് അനുകൂലമായി ചില തീരുമാനങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നു എന്നതാണ്. ഒന്നുകിൽ സർക്കാർ അല്ലെങ്കിൽ ഇവർ ആരോടാണോ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുന്നത് ആ അധികാരികൾ, അവരുമായി ബന്ധപ്പെട്ട് ഇവരുടെ പല കാര്യങ്ങളും സാധ്യമാവുന്നു എന്ന് കാണുന്നു. നിയമ തടസ്സമോ മറ്റു തരത്തിലുള്ള തടസ്സമോ ഉണ്ടായിരുന്നതിന് മാറ്റമുണ്ടാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് കുറച്ചുകൂടി വർധനവുണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് മനസ്സിന് സമാധാനം ലഭിക്കുന്ന വാർത്തകൾ കേൾക്കുന്നു. അതുപോലെ ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ രക്ഷാകർതൃ സ്ഥാനത്തുള്ള വ്യക്തികൾക്കും കുറച്ചുകൂടി ആരോഗ്യ സംബന്ധമായും അതുപോലെ തന്നെ പ്രവർത്തന സംബന്ധമായും ഗുണമാണ് കാണുന്നത്. ധനപരമായ നേട്ടം സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും അവർക്കുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പ്രവർത്തന രംഗത്ത് എപ്പോഴും തങ്ങളുടെ സ്കിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ, കഴിവ് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ആഴ്ചയാണ് ഈ വാരവും. എന്നാൽ പിതാവിന് ചിലപ്പോൾ ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ രക്ഷാകർതൃസ്ഥാനത്തുള്ള വ്യക്തികൾക്ക് അവരുടെ കുടുംബം നോക്കുകയും അവരുടെ വൈചാരിക കാര്യങ്ങളിൽ വളരെ ഇടപെടുകയും ചെയ്യുന്ന പ്രായക്കൂടുതലുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ ശാരീരികമായ അവശതയുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവർ ഇരട്ടകളാണെങ്കിൽ അവർക്കും ചിലപ്പോൾ ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകാം. അതൊന്നുമല്ല, ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ഏറ്റവും അടുത്ത വ്യക്തികൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹോദര സ്ഥാനത്തുള്ളവർ അവർ ഇരട്ടകളാണെങ്കിൽ അവർക്കും എന്തെങ്കിലുമുള്ള ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായ കാര്യത്തിൽ ചെറിയ തടസ്സമുണ്ടാകുമെങ്കിലും ആഴ്ചയുടെ അവസാന ദിവസം അതിന് പരിഹാരമുണ്ടാകുമെന്ന് കാണുന്നു. അതുപോലെ കഴിഞ്ഞ കുറേ കാലമായി വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാതെ പോയിരുന്ന കാര്യങ്ങൾക്ക് ഈ ആഴ്ചയും അവർക്ക് മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റി കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു സാധ്യത തെളിയുന്നു കാണുന്നുണ്ട്. അപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും വലിയ ദോഷമില്ല. അതുപോലെ സർക്കാരിൽ നിന്നോ അധികാരികളിൽ നിന്നോ നിയമവശങ്ങളിൽ നിന്നോ ഒക്കെ ഇവർക്ക് കിട്ടേണ്ട കാര്യങ്ങളിൽ കുറച്ചുകൂടി അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായും കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടും ധനപരമായ ഗുണമാണ് കാണുന്നത്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്തുള്ള ശാരീരിക അവശത പറഞ്ഞു. അതുപോലെ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും
വെറുതെ മനസ്സിനെ വല്ലാതെ അങ്കലാപ്പിൽപ്പെടുത്തുന്ന ഒരു മാനസിക ചിന്തകൾ ഇപ്പോഴും കാണുന്നുണ്ട് ഇടയ്ക്കെങ്കിലും. അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിന് ഇപ്പോഴും ചില ആശങ്കകളുണ്ട്. അതിൻ്റെ ഫലമായി ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ ചില അസുഖങ്ങൾ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെയും ബാധിക്കാം എന്ന് കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 17 സായാഹ്ന ശേഷം 18, 19, പിന്നെ 22 ഉച്ചയ്ക്ക് 2:50 ശേഷവും ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ശരീരത്തിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോഴും തിടുക്കത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ വളരെ ജാഗ്രതയുണ്ടാവണമെന്ന് കാണുന്നു. വളരെ പിയേഴ്സിംഗ് ആയിട്ടുള്ള മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടോ ഭാരമുള്ള വസ്തുക്കൾ കൊണ്ടോ ശരീരത്തിൽ മുറിവ് മറ്റോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം എന്ന് കാണുന്നു. തിടുക്കത്തിൽ ചെയ്യുന്ന ഏത് കാര്യവും പെട്ടെന്ന് വികാരത്തിൻ്റെ തള്ളിച്ചയാൽ പറയുന്ന വാക്കുകൾ പോലും ചിലപ്പോൾ ഇപ്പോൾ ഇവർക്ക് ദോഷമുണ്ടാകാം. ഉദര സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നെങ്കിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ആഴ്ചയിൽ മാത്രമല്ല, ഒരു 1-2 ആഴ്ചയോളം അത് ഏകദേശമൊക്കെ ദോഷമായി വരാനുള്ള സാധ്യതയുണ്ട്. ഈ ദോഷകരമായ അവസ്ഥകളെ മറയ്ക്കാനും കൂടുതൽ ശക്തി കിട്ടാനും തക്കവണ്ണമുള്ളൊരു ഈശ്വരാധീനം ഇവർക്കിപ്പോൾ ഉണ്ട്. സർവേശ്വരനായ വ്യാഴം ജന്മ ലഗ്നത്തിലേക്ക് നോക്കുന്നതിനാൽ ഇവർക്ക് മഹാവിഷ്ണുവിൻ്റെ ബൃഹസ്പതിയുടെ ഒരു സംരക്ഷണം എപ്പോഴുമുണ്ട്. സുദർശനത്തിൻ്റെ ഒരു ശക്തി പോലെ ഇവരിലേക്ക് വരുന്ന ദോഷങ്ങൾ, അത് രോഗാവസ്ഥയുടെ രൂപത്തിലായാലും ശരി, അതല്ല സാമ്പത്തിക പരാധീനതയുടെ രൂപത്തിലായാലും ശരി, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലെ പരാജയത്തിൻ്റെ രൂപത്തിലായാലും ശരി, ബന്ധങ്ങളിലുണ്ടാകുന്ന അകൽച്ചയുടെ രൂപത്തിലായാലും ശരി, അതിനെയൊക്കെ ഇല്ലാതെയാക്കുമെന്ന് കാണുന്നു. ദോഷാവസ്ഥകളെ ഇല്ലാതെയാക്കും. അതുകൊണ്ട് തന്നെ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏത് അപകടത്തിൻ്റെയും മുന്നിൽ നിന്നുകൊണ്ട് അവരെ രക്ഷിക്കാൻ സർവേശ്വരൻ ഉണ്ട് എന്നുവച്ച് ജാഗ്രതയില്ലാതെ ശ്രദ്ധയില്ലാതെ കാര്യങ്ങൾ ചെയ്യണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. പൊതുവെ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കാനും മറ്റൊരു ദേശത്ത് പോയി കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും സൗഹാർദ്ദങ്ങളിൽ ഒരു അപരിചിതത്വം കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. പുതിയ പുതിയ മുഖങ്ങൾ, പുതിയ പുതിയ വ്യക്തികൾ ഇവരെയൊക്കെ പരിചയപ്പെടുകയും തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുന്നതായി കാണുന്നു. കർമ്മരംഗത്ത് വൈദേശിക ബന്ധം കാണുന്നുണ്ട്. അതുപോലെ വൈദേശിക വ്യക്തികളും അതിൽ ഇടപെടുന്നതായി കാണുന്നു. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ സന്താനങ്ങളുടെ വിവാഹ സംബന്ധമായ കാര്യത്തിലോ ഒക്കെ ചെറിയൊരു കാലതാമസം ഉണ്ടാകാം. അത് മനസ്സിന് വിഷമമുണ്ടാക്കുമെന്നും കാണുന്നുണ്ട്. വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാനും അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ മംഗളകർമ്മങ്ങൾ, വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാനുമൊക്കെയുള്ള സാധ്യത തുടർന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലുമുണ്ട്, ഈ ആഴ്ചയിലുമുണ്ട്. എല്ലാ കാര്യങ്ങളും തെളിഞ്ഞു വരുമ്പോൾ അത് വളരെ ഭംഗിപൂർവ്വം നടക്കുമെന്ന് തന്നെ വിശ്വസിക്കണം. അതുപോലെ പിതാവിന് ത്വക്ക് സംബന്ധമായ അസുഖമുണ്ടാകാം, അല്ലെങ്കിൽ അലർജി അസുഖങ്ങളുണ്ടാകാം. മാത്രമല്ല വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പിതാവിൻ്റെ സ്ഥാനത്തുള്ളവരോ അല്ലെങ്കിൽ പിതാവോ പിതൃസ്ഥാനീയരായ വ്യക്തികൾക്കോ അവരുടെ കർമ്മ മേഖലയിൽ ചില ആബ്സെൻറ്റ് മൈൻഡഡ്നെസ്, അതായത് അതുവരെ ചെയ്തുകൊണ്ടിരുന്നൊരു മികവിനൊരു കുറവ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓർമ്മശക്തിയുടെ കുറവോ അല്ലെങ്കിൽ പ്രായാധിക്യമോ ഒക്കെ അതിനെ ബാധിക്കാം എന്ന് കാണുന്നു. പൊതുവേ ഈ ആഴ്ചയിൽ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണമുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് 16, 17 സായാഹ്നം വരെയും ശേഷം 20, 21, 22 ഉച്ചയ്ക്ക് 2:50 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ, സഹായിക്കേണ്ട ആൾക്കാർ അവരിൽ നിന്ന് മാനസികമായി അകന്നു നിൽക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ അവരുമായി ഏതെങ്കിലും തരത്തിൽ ഒരു കാര്യത്തിന് ഇടപെട്ടാൽ അതിൽ നിന്ന് മനോവിഷമം ഉണ്ടാകുന്ന ഒരവസ്ഥ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഉണ്ടാകുന്നതായി കാണുന്നു. മാത്രമല്ല അവരുടെ ഭാഗ്യം അവർക്ക് ആരാണോ നൽകേണ്ടത് ആ വ്യക്തികൾ അല്പം പരീക്ഷണത്തിന് ശേഷമാണ് ഇവർക്കത് നൽകുന്നത് എന്നും കാണുന്നു. തൊഴിൽ മേഖലയിലും അതുപോലെ തന്നെ ഇവരുടെ കർമ്മരംഗത്തുമൊക്കെ കുറച്ച് ആശ്വാസം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മനസ്സിനെ അലട്ടുന്ന ചില വിഷയങ്ങളിൽ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഒരുപക്ഷേ ഈശ്വരാധീനത്തിൻ്റെ കുറവ് വന്നിരിക്കുന്നത് കൊണ്ടാവണം. എന്നാൽ ഈശ്വരാധീനത്തിൻ്റെ കുറവിനെ പൂർണ്ണമായും കുറവെന്ന് പറയാനും സാധിക്കുകയില്ല. അഷ്ടമത്തിലേക്ക് വ്യാഴം പോയെങ്കിലും വ്യാഴം നിൽക്കുന്നത് സ്വന്തം ഏറ്റവും ബലമുള്ള രാശിയായ കർക്കിടക രാശിയിലാണ്. ഒരു ശുഭഗ്രഹം, പ്രത്യേകിച്ച് ശുഭഗ്രഹമായ വ്യാഴം
മോശസ്ഥലത്ത് ബലത്തോടു കൂടി നിന്നാൽ മോശാവസ്ഥയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഗുണത്തിന് അല്പം കുറവ് വരുമെന്നേ ഉള്ളൂ, എന്നാൽ ഒരിക്കലും ദോഷം ചെയ്യുകയുമില്ല. അപ്പോൾ അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ ഈശ്വരാധീനമില്ലായ്മ എന്ന ദോഷം ഇവിടെ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ടത് 9-ലെ സൂര്യൻ്റെയും കേതുവിൻ്റെയും അവസ്ഥയാണ്. 9-ലെ സൂര്യൻ ബലത്തോടെ നിൽക്കുന്നത് കൊണ്ട് സൂര്യൻ്റെ ഭാഗത്തു നിന്നും കർത്തവ്യം കൃത്യമായി ചെയ്യും എന്നുള്ളതല്ലാതെ മറ്റു ദോഷങ്ങൾ കാണുന്നില്ല. എന്നാൽ കേതുവും സൂര്യനും ഒരുമിച്ച് 9-ൽ വരുമ്പോൾ ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ചിലപ്പോൾ പിതാവിനോ പിതൃസമാനരായ വ്യക്തികൾക്കോ രോഗാവസ്ഥകൾ ഉണ്ടാകാം. അതല്ലെങ്കിൽ തങ്ങളെ സഹായിക്കാൻ വരുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനോവിഷമമോ മറ്റ് ദൗർഭാഗ്യങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗ്യത്തിനൊരു തടസ്സം അങ്ങനെ വരാം. തങ്ങളെ സഹായിക്കുന്നവർക്ക് ദോഷാവസ്ഥ വരുമ്പോൾ അവർക്ക് ഇവരെ ഓപ്പണായി വളരെ തുറന്ന് സഹായിക്കാൻ സാധിക്കണമെന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും സഹായത്തിന് ആര് കൈനീട്ടുന്നുവോ അവർക്കെന്തെങ്കിലും കെൽപ്പില്ലായ്മ വരാം എന്ന് കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെ പരീക്ഷിക്കപ്പെടേണ്ടത് ഈശ്വരാധീനത്തിൻ്റെ പാതയിലൂടെ മാത്രമാണ്. അതുകൊണ്ട് കൂടുതലായി പ്രാർത്ഥിക്കുകയും മനസ്സ് ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് ഈശ്വര കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുക. ഉറപ്പായും ഗ്രഹങ്ങളുടെയും മുകളിലാണ് ഭഗവാന്റെ സ്ഥാനം അല്ലെങ്കിൽ ഭഗവതിയുടെ സ്ഥാനം. അതുകൊണ്ട് ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഭഗവതിയെ പ്രാർത്ഥിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരിക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. കാലതാമസം ഉണ്ടാകും. കാലം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഈശ്വരീയമായ അംശമാണ്. ആ കാലം അതിനനുസരിച്ച് അതിൻ്റെ പ്രവൃത്തികൾ ചെയ്യും. നമ്മുടെ മനസ്സിലേക്ക് അത് വളരെ വലിയ രൂപത്തിൽ, വളരെ വലിയ ആഘാതത്തിൽ വന്ന് ഏൽപ്പിക്കാതെ ഇരിക്കാനാണ് പ്രാർത്ഥന എന്ന പരിച നാം ഉപയോഗിക്കുന്നത്. അത് കൃത്യമായി ചെയ്യുക. നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായ സമയത്ത് ഗുണപരമായും ദോഷകരമായും വരികയും ചെയ്യും. പ്രാർത്ഥന നമുക്ക് അതിന് മേൽ ഒരു ചട്ടമായി നിൽക്കുകയും ചെയ്യുമെന്ന് കൃത്യമായി മനസ്സിലാക്കുക. എന്തായാലും ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. സന്താനങ്ങളിൽ നിന്ന് ചിലപ്പോൾ, കുടുംബത്തിലെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിൽക്കേണ്ടതായി വരാം. ഇനി ഒരുമിച്ചാണ് ഇവർ നിൽക്കുന്നതെങ്കിലും ഉള്ളാലെ ഒരു ഏകാന്തതാ ബോധം അവർക്കുണ്ടാകാം. ഇതൊക്കെ വരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ പൊതുവേ ഭാഗ്യം അനുകൂലമായി നിൽക്കുന്ന ഒരവസ്ഥ അവരുടെ കർമ്മരംഗത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് ഇവർക്ക് മനസമാധാനം ലഭിക്കും എന്ന് വേണം ചിന്തിക്കാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17, 18, 19, ശേഷം 22-ാം തീയതി ഉച്ചയ്ക്ക് 2:50 കഴിഞ്ഞും നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് ഈ ആഴ്ചയിലും സാധിക്കുമെന്നാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ സാധിച്ചില്ലെങ്കിൽ പോലും ഈ ആഴ്ചയിൽ അത് സാധിക്കുമെന്ന് കാണുന്നു. അതിന് തക്കവണ്ണമുള്ള മാനസിക ശാരീരികമായ സംഭരണശേഷി ഇവരിലിപ്പോൾ ഉണ്ടാകുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷം വരുമാന വർധനവിൻ്റെ കാര്യത്തിലും ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിലും ഇവർക്ക് വിജയമുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. തങ്ങളുടെ മേഖലയിൽ അഗ്രഗണ്യരായി മാറാൻ തക്കവണ്ണമുള്ള ശേഷി ഇവർക്കുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതിന് തക്കവണ്ണമുള്ള കഴിവും അതിന് തക്കവണ്ണമുള്ള പ്രത്യേകമായ ഇവരുടെ ഒരു നാക്കുമൊക്കെ തന്നെ, ആ ഒരു പ്രത്യേക സ്കിൽ, അതുവഴി ഇവർക്ക് ഇവരുടെ കർമ്മ മേഖലയിൽ ഏറ്റവും തിളക്കമുള്ള ചില അധ്യായങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിലെങ്കിലും ഇവരുടെ തൊട്ടടുത്ത മേലധികാരിയുമായോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ളവരുമായോ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളുമായോ ബന്ധപ്പെട്ട് ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തടസ്സം ആദ്യമേ ഉണ്ടായിരുന്നെങ്കിലും ഈ ആഴ്ചയിൽ ആ തടസ്സം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഈശ്വരാധീനം ഇവർക്കുള്ളത് കൊണ്ട്, എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള സഹായം ഈശ്വരാധീനം കൊണ്ട് ഇപ്പോൾ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട്. ഉദര സംബന്ധമായ രോഗമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും ഇവരുടെ ചെറുകുടൽ, വൻകുടൽ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ ശസ്ത്രക്രിയ നടത്തേണ്ടി വരുന്നൊരവസ്ഥ കാണുന്നു. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ രോഗാവസ്ഥയെ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടുണ്ടാകുന്ന ചില ദോഷങ്ങളുണ്ടാകാം. പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പിരിമുറുക്കമാർന്ന ജോലി, അതുപോലെ തന്നെ യാത്ര, ഉറക്കമില്ലായ്മ, ഇതൊക്കെ ഉദരത്തെയാണ് കൂടുതലായി ബാധിക്കുക. അപ്പോൾ നേരത്തെ തന്നെ ഈ ഫിസ്റ്റുലയുടെയോ പൈൽസിൻ്റെയോ ഒക്കെ ശല്യമുള്ളവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ആന്തരികമായ, പ്രത്യേകിച്ചും ഉദരത്തിൻ്റെ ആന്തരികമായ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ശ്രദ്ധിക്കണം എന്ന് കാണുന്നു. അതുപോലെ ശത്രുവുമായി
തെറ്റാനുള്ള സാധ്യത, ശത്രുവുമായി ഓൾറെഡി തെറ്റിയാണ് ഇരിക്കുന്നതെങ്കിലും ഇടയ്ക്ക് അവരെ കാണേണ്ടി വരികയും അവരുമായി വാക്കുകൾ നല്ലതല്ലാത്ത തരത്തിൽ, സഭ്യമല്ലാത്ത തരത്തിൽ പറയേണ്ടി വരികയും ചെയ്യുന്നതായി കാണുന്നു. അല്ലെങ്കിൽ സ്വന്തം കർമ്മമേഖലയിൽ തന്നെ കൂടെ നിൽക്കുന്നവരോട് തന്നെ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതല്പം കയർത്തു സംസാരിക്കേണ്ടി വരുമെന്നും കാണുന്നു. അതുകൊണ്ട് തന്നെ വികാരവിക്ഷോഭമുള്ള സമയങ്ങളിൽ പരമാവധി മനസ്സിന് നിയന്ത്രണം പാലിച്ചുകൊണ്ട് അത്തരം സംസാരങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരു കലഹത്തിലേക്ക് നീങ്ങാനും കലഹം പിന്നീട് കേസോ വഴക്കോ ഒക്കെ ആവാനുമുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അത് കൂടുതലായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ തന്നെ ജീവിത പങ്കാളിയുമായും ചിലപ്പോൾ കാർക്കശ്യമുള്ള വാക്കുകൾ പ്രയോഗിക്കുക വഴിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലാതെ തന്നെ നാവ് സൂക്ഷിക്കണമെന്ന് കാണുന്നു. മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പറയുന്നതല്ല കേൾക്കുന്നവർ ധരിക്കുന്നത്. ആ ഒരു അവസ്ഥയുണ്ട്, ആ ഒരു അവ്യക്തതയുണ്ട്. സ്വന്തം നാവ് തന്നെ ഒരു ബുദ്ധിപരമായ കാര്യമോ അല്ലെങ്കിൽ കൃത്യമായി സന്ദർഭത്തിന് യോജിച്ച കാര്യമോ പറയണമെന്ന് ആഗ്രഹിച്ചാലും സ്വന്തം നാവ് തന്നെ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ചതിക്കാനും സാധ്യതയുണ്ട്. മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. പൂപ്പൽ പോലെയോ ഫംഗസ് പോലെയോ ഒക്കെയുള്ള അസുഖങ്ങൾ മുഖത്തെ ശാരീരികമായ അവയവങ്ങൾക്ക്, കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, പല്ല്, ഈ ഭാഗങ്ങളിൽ നാക്കിനുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് 17 സായാഹ്ന ശേഷം 18, 19, 20, 21, 22 ഉച്ചയ്ക്ക് 2:50 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. സ്വന്തം കർമ്മമേഖലയിൽ അല്പം വ്യതിചലിച്ച് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, അതുവരെ ചെയ്തതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ഈ ആഴ്ച സാമ്പത്തികമായി സഹായിക്കുമെന്നും പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുമെന്നും കാണുന്നുണ്ട്. ചിലവ് വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നു. താരതമ്യേന വരുമാനം കുറയുന്നത് കൊണ്ടുള്ള ചിലവ് വർദ്ധിക്കലാണിത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികൾക്ക് സമൂഹത്തിൽ ഉന്നതമായ ചില സ്ഥാനങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലോ അധികാരികളുടെ ഇടയിലോ വലിയ ചില സ്ഥാനമാനങ്ങൾ ലഭിക്കുകയോ അതുവഴി ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചില സഹായങ്ങൾ ലഭ്യമാവുകയോ ചെയ്യാം. ജീവിത പങ്കാളിക്ക് ഉയർന്ന ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നു, അല്ലെങ്കിൽ ഉറപ്പുള്ള ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തിരുന്ന ചില കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ട് സ്വന്തം നാട്ടിലുണ്ടായിരുന്ന ചില നിയമക്കുരുക്കുകൾ, ആ കുരുക്കുകൾക്ക് മാറ്റമുണ്ടാകുന്നു. നിയമക്കുരുക്കുകൾ അഴിഞ്ഞു മാറുന്നതായി കാണുന്നു. അത് വലിയ ആശ്വാസകരമാണ് ഇവർക്ക്. എന്നാൽ കാര്യങ്ങളിലെ വ്യക്തതയില്ലായ്മ ഇപ്പോഴും തുടരുന്നുണ്ട്. ചില കാര്യങ്ങൾ നേരാവണ്ണം പഠിക്കാതെ ചെയ്യുന്ന ചില അവസ്ഥകൾ ഇപ്പോഴും കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അത്തരം ഒരു മാനസികാവസ്ഥ, ആ ശീലം മാറ്റിയെടുക്കണം എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈശ്വരാധീനത്തിൻ്റെ ഒരു അവസ്ഥ, പ്രത്യേകിച്ചും 2ഉം 11ഉം ഭാവാധിപൻ പോയി 6ൽ നിൽക്കുമ്പോൾ കടബാധ്യതയിൽ നിന്ന് മോചനമൊക്കെ ഉണ്ടാകും. കാരണം വ്യാഴം അവിടെ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. കടക്കണിയൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ വലിയൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവണമെന്നില്ല. ഉള്ളതുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയും കാണുന്നുണ്ട്. എന്നാൽ താരതമ്യേന ഈ ആഴ്ച അധികാര സ്ഥാനത്തുള്ളവരോ സർക്കാർ തലത്തിലുള്ളവരോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളുമായോ ബന്ധപ്പെട്ട് ചില സഹായങ്ങൾ, ചില കർമ്മ മേഖലകൾ തുറന്നു കിട്ടൽ, അതുവഴി ധനപരമായ വരവ്, ഇതൊക്കെ കാണുന്നുണ്ട് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. ജീവിത പങ്കാളിക്ക് ജോലി കിട്ടാം. ഈ കുംഭക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അവരുടെ പുരുഷന്മാർക്ക് ജോലി കിട്ടാം, അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയുണ്ടാവാം. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീർപ്പുണ്ടാകാം, അനുകൂലമായ തീർപ്പുണ്ടാകാം. അതല്ലെങ്കിൽ കുംഭക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് അവരുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ജീവിത സുഹൃത്തുക്കൾക്കോ ഒക്കെ ജോലി കിട്ടുകയും അത് ഇവർക്കൊരു സഹായകമായി മാറുകയും ചെയ്യുന്നതായി കാണുന്നു. എന്തായാലും ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ അസുഖം ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയും, അതുപോലെ ഹൃദയം, ഞരമ്പുകൾ, കണ്ണ്, ഈ ഭാഗത്ത് അസുഖങ്ങൾ ഉണ്ടാകാം. കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാത്രമല്ല, അവരുടെ പിതൃസ്ഥാനീയരായ വ്യക്തികൾക്കോ പിതാവിനോ ഒക്കെ തന്നെ ഈ രോഗാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 20-ാം തീയതി, 21, 22 ദിവസവും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളായി കാണുന്നു. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. സ്വന്തം വീട് അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ വ്യത്യാസത്തിന് വേണ്ടി മറ്റെവിടെയെങ്കിലും മാറി താമസിക്കാനുള്ളൊരു സാധ്യത കാണുന്നു. അതല്ല, കുറേ കാലമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്
മാറാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകൾ കേൾക്കുമെന്ന് കാണുന്നു. പുതിയ വാഹനം വാങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങുന്നതിലേക്ക് നിമിത്തമായി ചില അപകട സാധ്യതകൾ പഴയ വാഹനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗുണം കുറഞ്ഞ വാഹനം ഉപയോഗിക്കുക വഴി ദോഷാവസ്ഥകൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. മാതാവുമൊത്ത് സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അതുപോലെ മാതാവിൻ്റെ കുടുംബത്തിൽ ചില വിഭജനങ്ങൾ നടത്താനുള്ള സാധ്യത, പ്രത്യേകിച്ചും സ്വത്ത് സംബന്ധമായ ചില വിഭജനങ്ങൾ നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യം അനുകൂലമാണ്. ഇപ്പോൾ മീനക്കൂർപ്പെട്ട നക്ഷത്രക്കാർക്ക് ജന്മശനിയുടെ ദോഷാവസ്ഥകൾ ഉണ്ടെങ്കിലും തൽക്കാലം ഭാഗ്യം അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ വരുമാനത്തിനും പ്രവർത്തനത്തിനും വലിയ ദോഷം കാണുന്നില്ല. ഏതു വിധേനയും കാര്യങ്ങൾ നടന്നു പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. കർമ്മരംഗം വളരെ സജീവമാണെങ്കിലും അതിൽ നിന്നൊക്കെയുള്ള വരുമാന മാർഗത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. എന്നാൽ ഭാഗ്യം അനുകൂലമായതിനാലും ജന്മ ലഗ്നത്തിലേക്ക് സർവേശ്വരനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതിനാലും ഈശ്വരാധീനം എന്ന ഒരു വലിയ ശക്തി ഇവർക്കിപ്പോൾ ഉണ്ട്. കൃത്യമായി തങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യാശയൊന്നുമില്ലെങ്കിലും പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും കാര്യങ്ങൾ നടന്നു പോകത്തക്കവണ്ണം, അതും വിജയകരമായി നടന്നു പോകത്തക്കവണ്ണം, സാമ്പത്തിക ഭദ്രത ലഭിക്കത്തക്കവണ്ണമുള്ള ഭാഗ്യം, ഈശ്വരാധീനം ഇവരിലിപ്പോൾ ഉണ്ടാകുന്നു എന്ന് വേണം കാണാൻ. അതുപോലെ കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നു. പ്രത്യേകിച്ചും തങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വസ്തുവുമായി ബന്ധപ്പെട്ടോ നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും തടസ്സങ്ങൾ സർക്കാർ തലത്തിലോ അധികാര തലത്തിലോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. പിതാവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് എന്തെങ്കിലും ഓഹരി ലഭിക്കേണ്ടതുണ്ടെങ്കിൽ ആ തടസ്സങ്ങളും മാറുന്നതായിട്ടാണ് കാണുന്നത്. ശത്രുവിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങൾക്ക് കുറവ് വരുന്നു. പൊതുവെ മാനസികമായ സന്തോഷം ലഭിക്കുന്നുണ്ട്. എന്നാൽ ചുറ്റും പിരിമുറുക്കമുള്ള അവസ്ഥ ഇവരെ പിന്തുടരുന്നു എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. പ്രധാനമായും ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലിയും ജോലിയിൽ നിന്നുള്ള വരുമാനവും ഉറപ്പോടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് കാര്യങ്ങൾ നടന്നു പോകുമെന്ന് തന്നെ ചിന്തിക്കണം. വാദസംബന്ധമായ അസുഖമുണ്ടെങ്കിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു. മാതാവിന് ഞാൻ നേരത്തെ പറഞ്ഞു അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ വാഹനം ഓടിക്കുമ്പോഴും, മീനക്കൂർപ്പെട്ട നക്ഷത്രക്കാർ വാഹനം ഓടിക്കുമ്പോഴും ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ ഒക്കെയായി പെരുമാറുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഇലക്ട്രിസിറ്റി, തീ ഇതിനോട് ബന്ധപ്പെടുമ്പോഴും ശ്രദ്ധിക്കണം. അമ്മയുമായി കലഹമുണ്ടാകാനോ അമ്മയിൽ നിന്ന് അകന്നു നിൽക്കാനോ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മീനക്കൂർപ്പെട്ട നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന സ്ത്രീ വ്യക്തിത്വങ്ങളിൽ നിന്ന് മീനക്കൂർപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ അകന്നു നിൽക്കേണ്ടതായോ കലഹമുണ്ടാകേണ്ടതായോ വരുന്നതായും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17 സായാഹ്നം വരെയും ശേഷം 22 ഉച്ചയ്ക്ക് 2:50 കഴിഞ്ഞും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ശനിദോഷ പരിഹാരങ്ങൾക്കായി ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. അതുപോലെ തന്നെ ശനിദേവനോ അല്ലെങ്കിൽ ധർമ്മശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കഴിപ്പിക്കുക. കറുത്ത പട്ടുവസ്ത്രമോ നീല പട്ടുവസ്ത്രമോ സമർപ്പിക്കുക. സ്വയം കറുത്ത വസ്ത്രം ധരിക്കുന്നതും കടും നീല വസ്ത്രം ധരിക്കുന്നതും ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധി പാലിക്കുന്നതും വളരെ നല്ലതാണ്. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കാം. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കാം. കഷ്ടപ്പെടുന്ന വ്യക്തികളെ ചേർത്തു പിടിക്കാം. അഹങ്കാരമില്ലാതെ ജീവിക്കാം. ഇത് ശനിയുടെ ദോഷങ്ങൾക്ക് വളരെ ഉത്തമമായ പരിഹാര മാർഗങ്ങളാണ്. വ്യാഴദോഷ പരിഹാരത്തിന് ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുക. മഞ്ഞ വസ്ത്രം ധരിക്കുക. മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നെയ്വിളക്ക് കത്തിക്കുക. പാൽപ്പായസം നൈവേദ്യം ചെയ്യുക. വ്യാഴദോഷ പരിഹാരത്തിന് വളരെ ഉത്തമമായ മാർഗം. കേതുദോഷ പരിഹാരത്തിന് ഗണപതിയെ സ്മരിക്കുക. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക. നാളികേരം ഉടയ്ക്കുക. ഉണ്ണിയപ്പം നിവേദ്യം ചെയ്യുക. അതുപോലെ തന്നെ നാഗദോഷ പരിഹാരത്തിനായി ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗ ദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.